നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 24-ാം തീയതി തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കേരളത്തിൽ നടക്കിയ ഒരു അരും കൊലപാതകം നടന്നിരുന്നു. ഈ കൊലപാതകം ആര് മറന്നാലും അന്ന് കൊലപാതകത്തിന്റെ ഏക ദൃക്സാക്ഷിയും കൊലപാതകിയുടെ അമ്മയുമായ ഷെമി എന്ന മാതാവ് ഒന്നും മറക്കാൻ ഇടയില്ല. അങ്ങനെയെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ മാത്രം ഓർമ്മയില്ലാതെ വരുന്നത് എങ്ങനെയാണ്? ഷെമി പറഞ്ഞ പല കാര്യങ്ങളും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ തൽക്കാലം പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യൽ നടത്ത് ഷെമിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണ ഈ ഒരു കൊലപാതകത്തിൽ ഉണ്ടെങ്കിൽ അതും കേസിൽ ഒരു വലിയ ഒരു മാറ്റമുണ്ടാകും. ഷെമിയും ഒരു പക്ഷെ പ്രതിയായി മാറാനുള്ള സാധ്യതയൊക്കെയുണ്ട്. കാരണം ഈ ഒരു കേസ് ഇങ്ങനെ വിടുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ നാട്ടിൽ അഫ്വാൻമാരും അതുപോലെ തന്നെ ഷെമി എന്ന മാതാവിനെ പോലെയുള്ള അമ്മമാരും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത നിരവധിയാണ്. കാരണം ഇന്ന് വിരൽത്തുമ്പിലെ ഫോൺ ആപ്പുകൾ വഴി അനവധി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം നമുക്ക് ഒറ്റ ക്ലിക്കിൽ സമ്പാദിക്കാം. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കടം വാങ്ങി മറിച്ചു നൽകാം. അത് തികയാതെ വരുമ്പോൾ വീണ്ടും പലതും ചെയ്യാം. ഈ അമ്മയ്ക്ക് ആഡംബരം കാണിക്കാൻ ഏതും നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടും. അങ്ങനെ ആർഭാട ജീവിതം നയിക്കാനായി 6 പേരെ കൊല്ലേണ്ടി വന്ന അഫ്വാന്റെ ഗതികേട് നാളെ നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യനും ഉണ്ടാകരുത് എന്ന് മാത്രമാണ് പോലീസിന്റെ ആഗ്രഹം. നിലവിൽ ഇപ്പോൾ കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ തെളിവെടുപ്പിന് ശേഷം വീണ്ടും ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അഫ്വാനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് ഇന്നലെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി. പിന്നാലെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും മാറ്റി. മൊഴികളിൽ വ്യക്തത വരുത്തുവാനും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പുതുതായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുമാണ് കഴിഞ്ഞ ബുധനാഴ്ച അഫ്വാനെ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കൊല്ലപ്പെട്ട സുഹൃത്ത് ഫർസാനയുടെ സ്വർണം അഫ്വാൻ പണയം വെച്ചതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ നിന്നും പോലീസിന് ലഭിച്ച വിരലടയാളങ്ങൾ അഫ്വാന്റേതുമായി യോജിക്കുന്നുമുണ്ട്. മൊബൈൽ ഫോൺ ചാറ്റുകളുമായി ബന്ധപ്പെട്ടും അഫ്വാനെ ചോദ്യം ചെയ്യും. കേസിലെ കുറ്റപത്രം 15 ദിവസത്തിനകം കോടതിയിൽ സമർപ്പിക്കും. അതേസമയം അഫ്വാന്റെ മാതാവ് ഷെമി നൽകിയ മൊഴികളിൽ ചിലത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാണ് വിവരം. എന്തായാലും ഈ ഷെമി പല മാധ്യമങ്ങളോട് ഒറ്റയ്ക്കും അല്ലാതെയും ഒക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അത് ഏതായാലും പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഷെമിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. എന്നാൽ പിന്നീട് പറഞ്ഞിരുന്നു അഫ്വാൻ എന്നെ ക്ഷമിക്കണം ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഷോളിൽ കഴുത്ത് നന്നായി മുറുക്കി എന്നൊക്കെ പിന്നെ പറഞ്ഞു. എന്നാൽ പിന്നീട് മറ്റൊരു ചാനലിൽ വീണ്ടും പറഞ്ഞു എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അന്ന് ഭക്ഷണം ഉണ്ടാക്കിയ കാര്യം ഓർമ്മയുണ്ട്, മകനെ സ്കൂളിൽ വിട്ടു എന്ന് ഓർമ്മയുണ്ട്, പക്ഷെ പിന്നെ ഒന്നും ഓർമ്മയില്ല എന്നും പറയുന്നു. എന്നാൽ റഹീം പറഞ്ഞത് ഈ ഒരു ആരോഗ്യപരമായി വളരെ മോശം അവസ്ഥ നിൽക്കുന്ന ഈ ഷെമി അത് വളരെ പെട്ടെന്ന് തന്നെ റിക്കവറായി വരാനുണ്ട്. മാത്രമല്ല ഷെമി ഓരോ സമയം പറയുന്ന ഒന്നല്ല മറ്റൊരു സമയം പറയുന്നത്, പരസ്പര വിരുദ്ധമായി ഒക്കെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന കാര്യം മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നടക്കം റഹീമും പറഞ്ഞിരുന്നുണ്ട്. എന്തായാലും ഷെമി ചില നിർണായക വിവരങ്ങൾ ചില യൂട്യൂബ് ചാനലുകൾ നൽകിയിരുന്നു. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. 10-25 ലക്ഷം രൂപ ബാധ്യത ഉണ്ടായിരുന്നു. വേറെ ഒന്നും ഇല്ലായിരുന്നു. ഫോൺ ആപ്പ് വഴി പൈസ എടുക്കുമായിരുന്നു. ഇല്ല, അതൊന്നും അറിയില്ല. ചോദിക്കാറുണ്ട്, ഗെയിം കളിക്കും അവൻ. പിന്നെ കാലത്ത് വൈകിട്ടൊക്കെ ഫോണിൽ കളിക്കുമായിരുന്നു. അപ്പോൾ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഫോണിൽ വിളിച്ചിട്ട് പൈസ അടയ്ക്കാൻ അവർ പറയുന്ന കേൾക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ചോദിക്കുമായിരുന്നു എന്തൊരു പൈസ എടുത്തപ്പോൾ പറഞ്ഞ് ഫോൺ ആപ്പ് വഴി പൈസ എടുത്തിട്ടുണ്ടെന്ന്. അപ്പം പൈസ അടയ്ക്കാൻ വേണ്ടി ചോദിക്കുമായിരുന്നു. 2000 രൂപ ഒക്കെ ചോദിക്കും. കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ കൊടുക്കാൻ വയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ അന്ന് തന്നെ ഒരിടത്ത് പോയി പൈസ ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു. അവർ തന്നില്ലായിരുന്നു. രാത്രി കുഞ്ഞുമാരടുത്താണ് പോയത്. 12 മണിയായപ്പോൾ പോയി ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു, തന്നില്ലായിരുന്നു. ഞാനും അവനും കൂടെ പോയത്. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നായിരുന്നു. 12 മണിയായപ്പോൾ വീട്ടിൽ എത്തി. അല്ല, ലത്തീഫല്ല, എൻ്റെ കുഞ്ഞുമായാണ്, തട്ടത്തോലത്തെ കുഞ്ഞുമ. അത് അന്ന് ഫോൺ വിളിച്ച്, തലേദിവസം ഫോൺ വിളിച്ച്, അവർ അവിടെ നിന്ന് ഫോൺ വിളിച്ച് പൈസ അടയ്ക്കുമെന്ന് പറഞ്ഞു. അറിയില്ല, അതൊന്നും അറിയില്ല. അതറിയില്ല. ഫോൺ ആപ്പിൽ നിന്ന് എടുത്തവർ മാത്രമാണോ പണം ചോദിച്ച് വിളിച്ചിട്ടുള്ളത്? അതെ, അതും വിളിച്ചിട്ടുണ്ട്. പിന്നെ ലോണിന് അടയ്ക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. പിന്നെ എൻ്റെ മതിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പൈസക്ക്. ഈ അഫ്വാനോട് ചോദിക്കില്ലേ ഇങ്ങനെ എങ്ങനെയാണ് ഇത്ര കടം ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ടോ ഉമ്മ? അവനല്ല കടം, എനിക്ക് തരുന്ന കടം അവനല്ലായിരുന്നു കടം.
അവനെല്ലാം എൻ്റെ കുടുംബത്തിലായിരുന്നു. എൻ്റെ വീട്ടിൽ പിന്നെ ഇത് ലോണൊക്കെ മതിലിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഞാനാണ് എടുത്തത്. എന്നിട്ട് അടയ്ക്കാൻ അവൻ്റെ എല്ലാവരും ചോദിച്ചത് അന്ന് ദിവസം പൈസ ചോദിച്ചത്. എന്നിട്ട് കിട്ടിയില്ലായിരുന്നു. ഞാൻ മോനെ 9 മണിക്ക് മോനെ സ്കൂളിൽ വിട്ട് പിന്നെ വന്ന് ചായ കുടിച്ച് അടുക്കളയിൽ വന്ന് ചായ കുടിച്ച് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ചായ കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്തോ പോലെ തോന്നി. പിന്നെ ഞാൻ പോയി കിടക്കുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ കൊച്ച് എത്ര മണിക്കാണെന്ന് അറിയില്ല ഈ ഷാള് കഴുത്തിലിട്ട് ഞെരുക്കിയിട്ട് പറഞ്ഞു, ഉമ്മ ക്ഷമിക്കണം, പിന്നെ ഞാൻ പോയി ഫർസാനെ വിളിച്ചുകൊണ്ട് വരട്ട് ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ 2 പേരെയും ഞാൻ കാണാനില്ല. പിന്നെ പോലീസ് വന്ന് സന്ധ്യയ്ക്കാണെന്ന് തോന്നുന്നത് ജനലും കഥവൊക്കെ തള്ളി തുറന്ന് പോലീസ് വീട്ടിനകത്ത് കയറുകയും ചെയ്തു. പിന്നെ വെളിയിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് ചെറിയ കണ്ണിൻ്റെ ഇതുണ്ടായിരുന്നു, ചെറുതായിട്ട് ഈ ഡ്രസ്സൊക്കെ കാണാമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം മുടി വെട്ടുന്ന സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാമായിരുന്നു. വേറെ ഓർമ്മ എനിക്ക് ഒന്നുമില്ലായിരുന്നു. അല്ല, കസേര ഇരിക്കുന്നില്ല, ഞാൻ തറയിൽ കിടക്കുകയായിരുന്നു. അപ്പം എൻ്റെ മോൻ എന്നെ ഇങ്ങനെ എടുത്തു വെച്ച് എന്നെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഉമ്മ ക്ഷമിക്കണം ഇങ്ങനെ പറഞ്ഞു. തറയിൽ കിടക്കായിരുന്നു തോന്നുന്നു. തറയിൽ കിടന്നിട്ട് എന്നെ ഇങ്ങനെ എടുത്ത് പൊക്കി വെച്ച് ഞാൻ 4-5 ദിവസം കോമ സ്റ്റേജിലായിരുന്നു. പിന്നെ ഇക്കായൊക്കെ വന്നപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. അവരൊക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ മോൻ മരിച്ചതായിട്ടൊക്കെ ഞാൻ അറിയുന്നത്. പിന്നെ പിറ്റന്നാണ് പിന്നെ മാമി മരിച്ചെന്നും പിന്നെ ഇക്ക മരിച്ചെന്നും മറ്റേ ഇത്ത മരിച്ചെന്നും ഒക്കെ ഞാൻ അറിഞ്ഞത്. അപ്പാനെ രക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ശ്രീകണ്ഠൻ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് അപ്പാനെ ഒന്ന് കാണണം. കാരണം അപ്പ എന്താണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണമെന്ന് എനിക്കറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് മോനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞത്. ഇല്ല, ഇഷ്ടം കൊണ്ടല്ല ഇതൊക്കെ ചെയ്തെങ്കിൽ എനിക്ക് അവൻ്റെ അടുത്ത് എനിക്ക് ഒരു ഇഷ്ടവും ഇല്ല. പക്ഷേ ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. സാറേ എനിക്ക് മോനെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. സാർ അത് എൻ്റെ മക്കളെ 2 പേരെയും എനിക്കിപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ല, എൻ്റെ അപ്പാനാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതൊക്കെ ചെയ്തത് അവനാണ്, കഴുത്തിൽ ഞെരുക്കിയത് അവനാണ്. അതുകൊണ്ട് എൻ്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പോലീസിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതാണ്. എൻ്റെ 2 മക്കളെയും കുഴപ്പമില്ലാതെ എനിക്ക് രക്ഷിക്കണം, അതിന് വേണ്ടിയാണ് ഞാൻ കള്ളം പറഞ്ഞത്. ഇങ്ങനെ കൊന്ന ആരും ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഇക്ക വന്നതിന് ശേഷം 7 ദിവസമാണ് ഞാൻ അറിയുന്നത്. മാമിയെ കൊന്ന്, പിന്നെ എൻ്റെ അപ്പയെ കൊന്ന്, പിന്നെ ഇക്കായെ കൊന്ന്, ഇത്തായെ കൊന്ന്, പിന്നെ ഫർസാനെ കൊന്ന് എന്നൊക്കെ പറയണത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയൂലായിരുന്നു. ഈ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കൂലായിരുന്നു എൻ്റെ മോനെ രക്ഷിക്കണം, എനിക്ക് കാണണമെന്ന് ഞാൻ പറയൂലായിരുന്നു. ഇല്ല 7-ാം ദിവസമാണ് അറിയണം. 5-ാം ദിവസം കൊച്ചു മരിച്ചതായിട്ടും അറിഞ്ഞു, 7-ാം ദിവസം മാമിയൊക്കെ മരിച്ചതായിട്ട്. മക്കളെ ഞാൻ 5-6 ദിവസം കൊണ്ട് എൻ്റെ മക്കളെ ഈ അന്ന് ഹോസ്പിറ്റലിൽ കയറിയപ്പോഴേ എൻ്റെ മക്കളെവിടെ ഞാൻ മാമാരെടുത്തും കാക്കച്ചിയെടുത്തും ഇക്കാരെടുത്തും എല്ലായിടത്തും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 6-ാം ദിവസമാണ് ഇക്ക ഗൾഫിൽ നിന്ന് വന്നത്. അപ്പോൾ കാക്കച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ കാക്കച്ചി പറഞ്ഞ് ഇവിടെ ഉണ്ട് വേണ്ടേ, കുഴപ്പമില്ല. കാക്കച്ചി പറഞ്ഞു ഉറപ്പായിട്ടും നിൻ്റെ മക്കൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു കാക്കച്ചി എൻ്റെ മക്കളെ. അപ്പോൾ കാക്കച്ചി പറഞ്ഞു എല്ലാം കൈവിട്ട് പോയുണ്ടേന്ന്. അപ്പോൾ ഇക്കാലത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് നിൻ്റെ അപ്പയും മോൻ മരിച്ചു.